ഹായ് ഹലോ നമസ്കാരം. ഞാൻ എം വാസ്മഷമിൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് ഓഫ് 2013. ഈ ആക്ടിന് ഒരുപാട് പ്രസക്തിയുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് റിലവൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമാണ് ഈവൻ ആഫ്റ്റർ ദി എനാക്ട്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളതിനെ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏതൊരു സ്ത്രീകൾക്കും നമ്മളുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നിയമം നൽകുന്ന ഒരു പരിരക്ഷയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആക്ട് വന്നത്, എന്തുകൊണ്ടാണ് അതിനൊരു പ്രസക്തി എന്ന് പറയുന്നത്? അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ് കൺസിഡേഴ്സ് വയലേഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അഗെയിൻസ്റ്റ് വുമൺ. Sexual harassment at workplace is considered a violation of women's right to equality, life and liberty. Right to equality, Article 14 നമുക്ക് തരുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. Article 15 which prohibits the discrimination on the ground of religion, caste, race and sex and place of birth. And another important fundamental right is Article 19 which gives freedom to carry out our business, trade and profession wherever we want to work with. And last but not the least, the fundamental right ആയിട്ടുള്ള നമ്മുടെ personal liberty, Article 21 which gives the right to live in this society and personal liberty. അതായത് നമുക്ക് ഇഷ്ടമുള്ള ജോലിയെടുത്ത് നമുക്ക് സുരക്ഷിതമായ സ്ഥാനത്ത് നമുക്ക് ജീവിക്കാം, നമുക്ക് അന്തസ്സായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാം. അതായത് ഇത്രയും ഫണ്ടമെന്റൽ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മളുടെ ഈ ആക്ട് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആക്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ആക്ട് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ പ്രയർ ടു ദ ഇനാക്ട്മെന്റ് ഓഫ് ദിസ് ആക്ട് ഇതുപോലത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ, സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്കിംഗ് പ്ലേസ് വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതായത് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന കേസ് ലോസ് എന്ന് പറയുന്നത് വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ്. 1997 സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ലാൻഡ്മാർക്ക് ഡിസിഷൻ ഉള്ള ഒരു കേസ് ലോ ആണ് വൈശാഖ. അതിൽ കുറച്ച് ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി തന്നിട്ടുണ്ടായിരുന്നു. ആ ഗൈഡ് ലൈൻസ് ആയിരുന്നു ഈ ആക്ട് വരുന്നതിന് മുമ്പ് വരെയും സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് വരുമ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ആഫ്റ്റർ ദാറ്റ് number of sexual harassment has been increased and the government really looked into the matter and the government have decided to enact a law. അങ്ങനെയാണ് 9-ാം തീയതി 12-ാം മാസം 2013 അങ്ങനെയാണ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 നമ്മുടെ സൊസൈറ്റിയിൽ അത് ഇനാക്ട് ചെയ്യുന്നത്, അത് സ്റ്റാറ്റ്യൂട്ടിൽ ഒരു ബുക്കായി വരുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട്, സെക്ഷലി ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ അതല്ലാത്ത നമുക്ക് എന്തെങ്കിലും ഹോസ്റ്റൽ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആക്ട് പ്രകാരമുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് നേരിട്ട് പോയി നമ്മുടെ പരാതി എഴുതി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിന് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനി ആക്ടിൽ എന്താണ് പറയുന്നത് നോക്കാം. ആക്ടിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ ആരാണ് എഗ്രീവ്ഡ് വുമൺ, ആരാണ് റെസ്പോണ്ടന്റ്, എന്ത് കാരണത്തിലാണ് അല്ലെങ്കിൽ എന്താണ് വാട്ട് കോസസ് സെക്ഷൽ ഹറാസ്മെന്റ്, എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ്, എവിടെ വെച്ചാണ് സെക്ഷൽ ഹറാസ്മെന്റ് നടക്കുന്നത്, സെക്ഷൽ ഹറാസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ആക്ട് പ്രകാരം ചെയ്യേണ്ടത്. അതായത് ഒരു ഇന്റേണൽ കമ്മിറ്റിയൊക്കെ രൂപീകരിക്കണം. ആ ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുക്കുന്ന പവേഴ്സ്, പിന്നെ അവർക്ക് കൊടുക്കുന്ന എൻക്വയറീസ്, അവർ ആ എൻക്വയറീസ് നടത്തിയിട്ട് അത് പ്രൈമ ഫേസി അതിലൊരു കുറ്റം കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതല്ലാതെ അവർക്ക് വേണമെങ്കിൽ പോലീസിന് നേരിട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വകുപ്പുകൾ, അതുപോലെ തന്നെ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അതുപോലെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കമ്പനീസിൽ ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാ വർഷവും ഒരു ആനുവൽ റിപ്പോർട്ട് ഡിസ്ട്രിക്ട് ഓഫീസ് അഥവാ കളക്ടറിന് ആ കമ്പനിയുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യണം. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടും പറഞ്ഞു പോകുന്നത്. നമുക്ക് ആക്ട് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആക്ടിൽ ആദ്യം പറയുന്നത് ആരാണ് എഗ്രീവ്ഡ് വുമൺ, അതായത് പരാതിക്കാരി. ആർക്കെതിരെയാണോ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നിരിക്കുന്നത് അവരാണ് ഇവിടെ പരാതിക്കാരി. ആർക്കെതിരെയാണോ നമ്മൾ പരാതി കൊടുക്കുന്നത് അവരാണ് ഈ ആക്ട് പ്രകാരം റെസ്പോണ്ടന്റ്. പിന്നെ പറയുന്നത് എന്താണ് ഇതില് ഈ ആക്ട് പ്രകാരം എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പ്രോമിസ് ഓഫ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഇൻ ഹർ എംപ്ലോയ്മെന്റ്, ത്രെറ്റ് ഓഫ് ഡിട്രിമെന്റ് ഓഫ് എംപ്ലോയ്മെന്റ്. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവരുടെ ജോലിയിൽ നമ്മൾ
ഇന്റർഫിയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രസന്റ് എംപ്ലോയ്മെന്റിനെയും ഫ്യൂച്ചർ എംപ്ലോയ്മെന്റിനെയും ബാധിക്കുന്ന തരത്തിൽ നമ്മൾ ഇടപെടുന്നത്. നാലാമത്തെ കാര്യം പറയുന്നത്, അതായത് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ക്രിയേറ്റ്സ് എന്താ പറയാ ഹോസ്റ്റൽ എൻവയൺമെന്റ് സൃഷ്ടിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുക, ഒഫെൻസീവ് ആയിട്ടുള്ള കോമന്റ്സ് പാസ്സാക്കുക, അവരെ ഒരുപാട് ഉപദ്രവിക്കുക, അങ്ങനെ അവരുടെ മെന്റൽ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുക. പിന്നെന്താ ഒഫെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ തന്നെ ഹോസ്റ്റൽ ആയിട്ടുള്ള വർക്ക് എൻവയൺമെന്റ് സൃഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എന്താ പറയുക അതൊക്കെ സെക്ഷൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ പെടുന്ന ആക്ഷൻ ആണ് അക്കോർഡിംഗ് ടു ദിസ് ആക്ട്. ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ആക്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മളുടെ സമൂഹത്തിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്, വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് ടു ഇക്വാലിറ്റിനെയും നമ്മളുടെ പേഴ്സണൽ ലിബർട്ടിനെയും നമ്മുടെ റൈറ്റ് ടു ലൈഫിനെയും അതുപോലെ തന്നെ നമുക്ക് ഫ്രീഡം ആയിട്ട് നമ്മുടെ പ്രൊഫഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ അന്തസ്സായിട്ട് ജീവിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇത് ബാധിക്കുമ്പോൾ discourage women's participation in their work and thereby which adversely affect the social and economic growth of a woman. അങ്ങനെ വരുമ്പോൾ അതായത് ഇതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ജോലിക്ക് പോകാൻ മടിക്കും, നമ്മൾ പിന്നെ സമ്പാദിക്കാൻ മടിക്കും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ രണ്ടുപേർക്കും ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് അവിടെ ഒരു ഇംബാലൻസ് വരും. നമുക്കൊരു സോഷ്യൽ ഗ്രോത്ത് ഇല്ലല്ലോ, നമ്മൾ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്നു, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും അത് എഫക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലത്തെ ഒരു ശക്തമായിട്ടുള്ള ആക്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് അവജ്ഞതയുണ്ട്. ഇപ്പോഴും ഓഫീസിലുള്ള പലർക്കും എന്താണ് ഇതുപോലത്തെ ഒരു ആക്ട് വന്നാൽ നമ്മൾ പോലീസിലോട്ട് കംപ്ലൈന്റ് കൊടുക്കണോ, പലർക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ മടിയായിരിക്കും. പിന്നെ അതിനുശേഷമുള്ള നൂലാമലകളും കാര്യങ്ങളൊക്കെ ഓർത്ത്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആരാണോ ജോലി തരുന്നത് ആ എംപ്ലോയർ നിങ്ങൾ അവിടെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലായില്ല? പിന്നെ ഇത് പ്രകാരം ഓരോ എസ്റ്റാബ്ലിഷ്മെന്റും, അതിപ്പോ ഗവൺമെന്റ് ആയിക്കോട്ടെ, നോൺ ഗവൺമെന്റ് ആയിക്കോട്ടെ, പബ്ലിക് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിക്കോട്ടെ, അതൊരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ട്രസ്റ്റ് ആയിക്കോട്ടെ, ഏതെങ്കിലും സ്പോർട്സ് അക്കാഡമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കലാപരമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും അക്കാഡമി ആയിക്കോട്ടെ, പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, പബ്ലിക് കമ്പനി ആയിക്കോട്ടെ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ, എല്ലാം ഇതിനൊരു സെയിൽസ് ഗേൾ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ നമ്മൾ ബിസിനസ് ടൂറിന് പോകുമ്പോൾ ആയിക്കോട്ടെ, എന്ത് ജോലിയും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ജോലിയിലൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവിടെ നമുക്ക് പരാതി പറയാനായിട്ട് പറ്റുന്ന നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ടാണ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് ഓഫ് 2013. ഇനി നമുക്ക് ഡയറക്റ്റ് ആക്ടിലേക്ക് പറഞ്ഞതുപോലെ ആക്ടിൽ നമ്മൾ അഗ്രീവ്ഡ് വുമൺ ആരാന്ന് പറഞ്ഞു, ഇതിലെ റെസ്പോണ്ടന്റ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് ഇതിലെ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതില് എന്താണ് ഇങ്ങനെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടക്കുമ്പോൾ, അതായത് ഇങ്ങനത്തെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടന്നാൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അതായത് ഈ ആക്ട് പ്രകാരം എല്ലാ കമ്പനീസും ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്യേണ്ടതാണ്. അത് ഒരുപാട് എസ്റ്റാബ്ലിഷ്മെന്റ് അത് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഇഷ്യൂസ് ഒക്കെയാണല്ലോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് WCC ഒരു കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഈവൻ ഈ അടുത്തൊരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു കേരള ഹൈക്കോടതിയിൽ നിന്ന്. അതായത് സിനിമാ സെറ്റ് പോലും ഓരോ സിനിമാ സെറ്റും ഓരോ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കാണുമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടേക്ക് ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ട് എന്താണ്, അതായത് ഓരോ കമ്പനിയിലും ഓരോ സിനിമാ സെറ്റിലും, അതായത് എവിടെയാണോ വർക്ക് ചെയ്യുന്ന ആ അറ്റ്മോസ്ഫിയറിൽ, ഒരു കൂട്ടം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ച് ആ ഇന്റേണൽ കമ്മിറ്റിക്ക് മുമ്പാകെ നമുക്ക് പരാതി കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ഈ ആക്ട് നമുക്ക് തരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് മിക്കവർക്കും ഇതിന്റെ ഒരു അവജ്ഞതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ കാര്യം. എന്താണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് നോക്കാം. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് അതത് കമ്പനിയിലെ എംപ്ലോയർ ആണ്. അവിടെ സീനിയർ മോസ്റ്റ്, അവിടെ 4 മെമ്പേഴ്സ് ആണ് വരുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർ, ആ ഓഫീസിലെ തന്നെ എംപ്ലോയീസിന്റെ എമംഗ്സ് സീനിയർ ഒരു വുമൺ ആയിരിക്കണം, ലേഡി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വേറെ 2 ആൾക്കാർ എന്ന് പറയുന്നത് അതേ ഓഫീസിലെ എമംഗ്സ് എംപ്ലോയേഴ്സ് സോഷ്യൽ വർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവരായിരിക്കണം, അതല്ലെങ്കിൽ ലീഗൽ നോളജ് ഉള്ള ഒരാളായിരിക്കണം. അപ്പൊ 3 പേരായില്ലേ. പിന്നെ 4ാമത്തെ ആളെന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന് പുറത്തുള്ള ആളായിരിക്കണം, പക്ഷെ ഗവൺമെന്റ് സെർവന്റ് ആവാനും പാടില്ല. ഹു ഹാസ് നോളജ് ഓഫ് ഐദർ സോഷ്യൽ വർക്ക് ഓർ
ലീഗൽ നോളജ്, ഇത്രയും കാര്യങ്ങൾ, അതായത് ഒന്നുകിൽ അതേ ഓഫീസിലെ സീനിയർ മോസ്റ്റ് ലേഡിയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ആവേണ്ടത്, പിന്നെ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം, അതല്ലെങ്കിൽ ലീഗൽ നോളജ് ഉള്ള ഒരാളായിരിക്കണം, അതല്ലെങ്കിൽ ആ കമ്പനിക്ക് പുറത്തുനിന്ന് ഒരാളെ നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ആ പുറത്തുനിന്ന് എടുക്കുന്ന ആൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ എംപ്ലോയർ പെർ സിറ്റിങ്ങിനനുസരിച്ചിട്ട് പൈസ കൊടുക്കേണ്ടതാണ്. ഈ 4 പേരാണ് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ കമ്മിറ്റിയിലെ മെമ്പേഴ്സിന് 3 വർഷം വരെ ഈ ഓഫീസ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഈ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി, ഞാൻ ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയാം ഈസിക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി, ഈ ഇന്റേണൽ കമ്മിറ്റിയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. അതായത് ഒരു പരാതി നമ്മളുടെ ഓഫീസിൽ സപ്പോസ് ഒരു എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വരികയാണെങ്കിൽ, സെക്ഷൽ ഹറാസ്മെന്റിൽ എല്ലാം പെടും, അതായത് വാട്സപ്പ് ചാറ്റ്, കോൾസിൽ വൃത്തിയായിട്ട് സംസാരിക്കുക, എന്താ പറയുക, ഓഫീസിൽ നിന്നാണെങ്കിലും വൃത്തിയായിട്ട രീതിയിൽ നോക്കുക, മോശം ഇന്റൻഷൻ രീതിയിൽ ഇടപെടുക, നമ്മളെ എന്താ പറയുക, നമുക്ക് പ്രൊമോഷൻ തരാന്ന് പറഞ്ഞ് നമ്മളെ മോശമായിട്ട് ഉപയോഗിക്കുക, നമുക്ക് അതുപോലെ തന്നെ നമ്മളെ ത്രെട്ട് ചെയ്യുക, അതുപോലെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിലോട്ടൊക്കെ നമ്മളുടെ ഇടപെടുക, അങ്ങനെ നമുക്ക് ഓഫീസിൽ വരാതിരിക്കാൻ പറ്റുക, ഇതെല്ലാം നമ്മളുടെ ഇതിലുള്ള സെക്ഷൽ ഹറാസ്മെന്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഫോൺ വിളിച്ചിട്ട് നമ്മളെ ത്രെട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതായത് നമുക്കറിയാലോ, നമ്മൾ ഒരാൾ മോശം ഉദ്ദേശത്തോടെ ചെറുതായിട്ട് നോക്കിയാൽ പോലും നമുക്കറിയാം, അതെല്ലാം ഇതിന്റെ അകത്ത് സെക്ഷൽ ഹറാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന ആക്ട് പ്രകാരം സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇന്റേണൽ കമ്മിറ്റിക്കാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. പരാതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പരാതി റൈറ്റിംഗിൽ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്, അലോങ് വിത്ത് 6 കോപ്പീസ്. അതായത് നമ്മുടെ പരാതിയുടെ 6 കോപ്പി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പരാതി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിലവന്റ് ഡോക്യുമെന്റ്സ് കൊടുക്കണം. അതിന്റെ അനുബന്ധപ്പെട്ടിട്ടുള്ള വേറെ പേപ്പേഴ്സ് വല്ലതുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. കൂടാതെ ഈ സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അറിയാവുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അതിന്റെ ഒരു വിറ്റ്നസിന്റെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സും കൂടെ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് പരാതിക്കാരി ചെയ്യേണ്ടത്. സംഭവം നടന്നിട്ട് 3 മാസത്തിനുള്ളിൽ ഈ പരാതി ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുക്കേണ്ടതാണ്. ഇന്റേണൽ കമ്മിറ്റി ഈ പരാതി കിട്ടിക്കഴിഞ്ഞാലുടൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പരാതി കിട്ടിയ 6 കോപ്പിയിൽ നിന്നും 1 കോപ്പി അതർ പാർട്ടി, ആർക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് ആ പാർട്ടിക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ആ പാർട്ടി ഓൾസോ ഹാസ് എ റൈറ്റ് ടു, എന്താ പറയാ, സേ ഹിസ് വേർഷൻ. അതായത് ഇപ്പൊ സപ്പോസ് ബി എന്ന് പറയുന്ന ആൾക്കെതിരെയാണ് നമ്മൾ പരാതി പറയുന്നെങ്കിൽ അദ്ദേഹത്തിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം അദ്ദേഹത്തിന് വിറ്റ്നസസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം. വേറെ അതർ റിലവന്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാവുന്നതാണ് ഇന്റേണൽ കമ്മിറ്റി. ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയുന്നത്, ഇന്റേണൽ കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ട് പോവുക. അതായത് വൺസ് ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്, വൺസ് ദ കംപ്ലൈന്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്, ഇന്റേണൽ കമ്മിറ്റി ഈ കാര്യം അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പരാതിക്കാരി പരാതി എഴുതി കൊടുക്കുക. അതിനുശേഷം അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ റെസ്പോണ്ടന്റിന് നമ്മൾ നോട്ടീസ് അയക്കുന്നു, പരാതിയുടെ ഒരു കോപ്പി അയക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോട്ടീസ് അയക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് അതർ പാർട്ടിക്കും കൂടെ എന്താ പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇന്റേണൽ കമ്മിറ്റി ചെയ്യേണ്ട കാര്യം, 3 കോൺസ്റ്റിറ്റ്യൂട്ട് സിറ്റിംഗില് കണ്ടിന്യൂസ് ആയിട്ട് പരാതിക്കാരിയോ പരാതിക്കാരി വന്നില്ലെങ്കിൽ എക്സ്പാർട്ടി ആയിട്ട് മാറും. അത് ആർക്കെതിരാണോ പരാതി കൊടുത്തിരിക്കുന്നതിന് അയാളാണ് വരാതിരിക്കുന്നെങ്കിൽ എക്സ്പാർട്ടി ആയിട്ട് പരാതിക്കാരിക്ക് അനുകൂലമായിട്ട് കേസ് മാറുന്നതായിരിക്കും. ഇൻ കേസ് പരാതിക്കാരിയാണ് 3 സിറ്റിംഗിൽ കണ്ടിന്യൂസ് വരാതിരിക്കുന്നെങ്കിൽ എക്സ്പാർട്ടി ആയിട്ട് മറ്റേ പാർട്ടിക്കും കേസ് ജയിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് ഇതൊന്ന് പുറത്തുള്ള ലീഗൽ പ്രാക്ടീഷണറെയും കൊണ്ട് ഇന്റേണൽ കമ്മിറ്റിയുടെ മുമ്പിൽ കേസ് പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ പോയി പറയണം. നിങ്ങളുടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സും വിറ്റ്നസ് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു സിവിൽ കോർട്ടിന്റെ ഒരു പവേഴ്സും കൂടെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിക്ക് ഈ ആക്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ വിറ്റ്നസ് വരുന്നില്ല, അല്ലെങ്കിൽ റിലവന്റ് ഡോക്യുമെന്റ്സ് ഹാജരാക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് സമ്മൺ ചെയ്യാനും അത് ഫോഴ്സ്ഫുള്ളി ഹാജരാക്കിപ്പിക്കാനും പിന്നെ അതർ റിലീഫ്സ് എന്തെങ്കിലും പരാതിക്കാരിക്ക് അവൈൽ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഇതെല്ലാം സിവിൽ കോർട്ട് ചെയ്യുന്ന അതേ ഒരു പ്രൊസീജിയർ പോലെ തന്നെ ഈ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിക്കും ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ലീഗൽ നോളജ് ഉള്ള ഒരാൾ നിർബന്ധമായിട്ടും ഈ കമ്മിറ്റിയിൽ വേണമെന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് പരാതി കൊടുക്കുന്നതെന്ന് നോക്കാം. പരാതിക്കാരിക്ക് പരാതി എഴുതി കൊടുക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു.
വിതിൻ 3 months സംഭവം നടന്ന് വിതിൻ 3 monthsനുള്ളിൽ നമ്മൾ പരാതി കൊടുക്കണം. ഇൻ കേസ് ഇതുപോലത്തെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴാണെങ്കിൽ അവരൊരു മെന്റൽ ഓർ ഫിസിക്കൽ ട്രോമയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർ നേരിട്ട് വന്ന് പരാതി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരിക്കില്ല. നമുക്കറിയാലോ, നമുക്ക് ചുറ്റും നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ കാണുന്നില്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയും ആക്ട് സൗകര്യം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഫ്രണ്ടിനോ, അവരുടെ ഒരു ഗാർഡിയനോ, അവരുടെ ഒരു നിയർ റിലേറ്റീവിനോ, അവരുടെ ഒരു ലീഗൽ ഹെയറിനോ, അവരുടെ ഒരു എഡ്യൂക്കേറ്ററിനോ, അവരുടെ ഒരു സൈക്കാട്രിസ്റ്റിനോ, അതല്ലെങ്കിൽ അവരുടെ ഒരു സൈക്കോളജിസ്റ്റിനോ, അതല്ലെങ്കിൽ എന്താ പറയുക നാഷണൽ വുമൻസ് കമ്മീഷന്റെ ആരെങ്കിലും മെമ്പേഴ്സിലോ, അതല്ലെങ്കിൽ സ്റ്റേറ്റ് വുമൻ കമ്മീഷന്റെ മെമ്പേഴ്സിനോ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഈ അഗ്രീവ്ഡ് വുമന് ഓൺ ബിഹാഫ് ആയിട്ട് പരാതി എഴുതി കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്റേണൽ കമ്മിറ്റി മെമ്പേഴ്സ് അതത് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അതുപോലെ അസസ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇൻ കേസ് ഇപ്പോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡിസേബിലിറ്റി ഉള്ള ഒരു ആൾക്കാണ് ഇതുപോലത്തെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു റൈറ്റിംഗ് കൺസെന്റോട് കൂടിയിട്ട് അവരുടെ ലീഗൽ ഹെയർസിനോ അതല്ലെങ്കിൽ അവരാരാണോ പറയുന്നത് അവർക്ക് പരാതി ഈ ഇന്റേണൽ കമ്മിറ്റിക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് ഈ സെക്ഷൽ ഹറാസ്മെന്റ് കഴിഞ്ഞ് ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡെത്ത് ആണ് സംഭവിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസിന് നേരിട്ട് വന്ന് പരാതി എഴുതി കൊടുത്ത് ബാക്കി പ്രൊസീജിയേഴ്സ് നടത്താവുന്നതാണ്. അപ്പൊ ഇത്രയും സൗകര്യമാണ് ഈ ആക്ടിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മളിതിപ്പോ പരാതി ആരാ പരാതിക്കാരി എന്ന് പറഞ്ഞു, ആർക്കെതിരെ പരാതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, എന്താണ് പരാതിക്ക് കാരണമായിട്ടുള്ള അടിസ്ഥാനമുള്ള കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ആരാണ് ഈ കംപ്ലൈൻസ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു, ആ മെമ്പേഴ്സിന് ചെയ്യാൻ പറ്റുന്ന പവേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞാല് ഇവര് പിന്നെ ഇതിന്റെ എന്താ പറയാ ഓരോ സിറ്റിംഗ് നടത്തിയിട്ടും അവര് അത് അന്വേഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. അവരന്വേഷിക്കും, അവര് വിസ്തരിക്കും, അവരവർക്ക് മുമ്പിലുള്ള തെളിവുകളൊക്കെ അവരന്വേഷിക്കും, അവരൊക്കെ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്കൊരു എൻക്വയറി റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ എൻക്വയറി റിപ്പോർട്ട് അവർ ഉണ്ടാക്കിയിട്ട് അവരത് എംപ്ലോയറിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ എൻക്വയറി റിപ്പോർട്ടില് ഈ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പ്രൈമ ഫേസി കുറ്റക്കാരനാണെന്ന്, അതായത് നമ്മുടെ റെസ്പോണ്ടന്റ് ഈ അതത് കേസിൽ റെസ്പോണ്ടന്റ് കുറ്റക്കാരനാണെന്ന് കാണുവാണെങ്കിൽ അയാൾക്ക് ബാധകമായിട്ടുള്ള സർവീസ് റൂളില് എന്താണോ മിസ്കോണ്ടാക്ടിന് അതല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്താണോ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് എടുക്കാവുന്നതാണ്. ഇൻ കേസ് ഓഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് സർവീസ് റൂൾ എന്താ പറയാ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പറയുന്ന പ്രിസ്ക്രൈബ്ഡ് മാനേഴ്സിൽ ഇവർ കൊടുക്കുന്ന റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഇത് രണ്ടും അല്ലെങ്കിൽ എന്താ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്ക് കേസ് പോലീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അണ്ടർ സെക്ഷൻ 509 ഓഫ് IPC. കേസ് ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 509 ഓഫ് IPCയിൽ കേസ് പോലീസ് സ്റ്റേഷനിലോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സർവീസ് റൂളും പ്രിസ്ക്രൈബ്ഡ് മാനറും നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്, സർവീസ് റൂളും ബാധകമാവുന്നില്ല, പ്രിസ്ക്രൈബ്ഡ് മാനറും നേരത്തെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കേസ് വരുമ്പോൾ നേരിട്ടിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അണ്ടർ സെക്ഷൻ 509 ഓഫ് IPC. പിന്നെ ഇതുപോലത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ വേറൊന്ന് ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും സെറ്റിൽമെന്റ് സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ കൺസീലിയേഷന് സാധ്യത ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കേസിൽ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാല്, അതായത് ഡ്യൂരിങ് ദ പെൻഡൻസി ഓഫ് ദ കേസ് അല്ലെങ്കിൽ ആ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എഗ്രീവ്ഡ് വുമന്റെ കംഫർട്ടാണ് കൂടുതലും നോക്കേണ്ടത്. അതായത് ഇപ്പൊ എഗ്രീവ്ഡ് വുമൺ പറയുന്നു, സപ്പോസ് എയും ബിയും, അതായത് എ എഗ്രീവ്ഡ് വുമൺ, ബി റെസ്പോണ്ടന്റ്, അവർ രണ്ടുപേരും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേർക്കും ഒരേ ഓഫീസിൽ എന്താ പറയുക ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് എഗ്രീവ്ഡ് വുമൺ വേണമെങ്കിൽ എഗ്രീവ്ഡ് വുമൺ ഒരു ലീവ് ഗ്രാന്റ് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലെങ്കിൽ സച്ച് അതർ റിലീഫ്സ് എന്താണോ ഇവര് റിക്വസ്റ്റ് ചെയ്യുന്ന ആ റിലീഫ് കൊടുക്കാൻ എംപ്ലോയർ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ പിന്നെ എഗ്രീവ്ഡ് വുമൺ പറയുന്നു, അതായത് റെസ്പോണ്ടന്റിനെ ഒന്ന് ലീവിലോട്ട് വിടണം, അതല്ലെങ്കിൽ റെസ്പോണ്ടന്റിനെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലോട്ട് വിടണം, അതല്ലെങ്കിൽ കുറച്ചു കാലം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം, എന്നാൽ മാത്രമേ കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ സഹകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി മെമ്പേഴ്സും ഫോളോ ചെയ്യേണ്ട കുറച്ച്
കാര്യങ്ങളുണ്ട്. അതായത് അവര് മെമ്പേഴ്സ് ആയിരിക്കുന്ന സമയത്ത് അവര് ഒരിക്കലും വേറൊരു കേസിലൊന്നും പെടാൻ പാടുള്ളതല്ല. അതായത് വേറൊരു കേസിൽ പെട്ടു, അതിലൊരു കൺവിക്ഷനോ അതല്ലെങ്കിൽ വേറൊരു ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവര് ഇടപെടുകയോ അതല്ലെങ്കിൽ പെട്ടുപോവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ, ഇതിന്റെ എന്തെങ്കിലും ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്ന കേസിന്റെ എന്തെങ്കിലും ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സോ അതല്ലെങ്കിൽ എഗ്രീവ്ഡ് വുമന്റെ ഡീറ്റെയിൽസോ റെസ്പോണ്ടന്റിന്റെ ഡീറ്റെയിൽസോ പിന്നെ വിറ്റ്നസസിന്റെ ഡീറ്റെയിൽസോ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പബ്ലിക് ആക്കുകയാണെങ്കിലും ഇവര് റിമൂവ് ആയി ഈ കമ്മിറ്റിയിൽ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ്. അതുകൂടാതെ തന്നെ 3 വർഷം വരെയാണ് ഇവർക്ക് ആ ഓഫീസ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അത് 3 വർഷത്തിൽ കൂടുതൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യോ, എംപ്ലോയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യോ, മറ്റുള്ളവരെ കൊണ്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ആക്ട് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവിടെ നിന്നും അവര് റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിർബന്ധമായിട്ടും മെമ്പേഴ്സും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ മെമ്പേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത്, ഇതുപോലെ അന്വേഷണമൊക്കെ നടത്തി പ്രൈമ ഫേസി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ വ്യക്തിക്ക് സർവീസ് റൂൾ അനുസരിച്ച് എന്ത് ശിക്ഷയാണോ അർഹിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് അപ്ലൈ ചെയ്യാൻ എംപ്ലോയർ ബാധ്യസ്ഥനാണ്. അതല്ലെങ്കിൽ ഈ ഇന്റേണൽ കമ്മിറ്റിക്ക് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എന്ത് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് പ്രിസ്ക്രൈബ്ഡ് മാനറിൽ അത് എംപ്ലോയേഴ്സിന് എഴുതി കൊടുക്കാം. അതായത് ഒന്നെങ്കിൽ അപ്പോളജി ലെറ്റർ ആവാം, അതല്ലെങ്കിൽ ഒരു വാർണിംഗ് ആവാം, അതല്ലെങ്കിൽ ഒരു റിപ്രിമെന്റ് ആവാം, അതല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ഓഫ് പ്രൊമോഷൻ ആവാം, വിത്ത് ഹോൾഡ് ഓഫ് പേ റൈസ് ആവാം, അതല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ഓഫ് പേ ഇൻക്രിമെന്റ് ആവാം, അതോ അല്ലെങ്കിൽ ടെർമിനേഷൻ ആവാം, അതോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ കൗൺസിലിങ്ങിന് പോകണമെന്ന് നിർദ്ദേശിക്കാം, അതോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ക്യാരി ഔട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാം. ഇത്രയും കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. ഓൺ ദ അതർ ഹാൻഡ് ഇപ്പൊ നമ്മുടെ പരാതിക്കാരി കൊടുത്തിരിക്കുന്ന പരാതി വ്യാജമാണ്, അതായത് ഈ അന്വേഷണങ്ങളൊക്കെ നടത്തി ഈ പരാതിക്കാരി കൊടുത്തിരിക്കുന്ന പരാതി വ്യാജമാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതേ ശിക്ഷകൾ ഇതേ പണിഷ്മെന്റ് തന്നെ ഈ പരാതിക്കാരിക്കും കിട്ടാവുന്നതാണ്. അതായത് കൊടുത്തിരിക്കുന്ന പരാതി വ്യാജമാവുകയാണെങ്കിൽ ഇവർക്ക് വാർണിംഗ് ലെറ്റർ, അപ്പോളജി ലെറ്റർ, ഇതുപോലെ തന്നെ ഇവരുടെ സാലറി വിത്ത് ഹോൾഡ് ചെയ്യുക, പ്രൊമോഷൻ വിത്ത് ഹോൾഡ് ചെയ്യുക, ഇവരുടെ സാലറി ഹൈക്ക് വിത്ത് ഹോൾഡ് ചെയ്യുക, ഇതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ് നടത്തുക, അതുപോലെ കൗൺസിലിങ്ങിനൂടെ ഇതുപോലെ അതായത് എന്തൊക്കെയാണ് മറ്റു വ്യക്തിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് സെയിം തന്നെ ഇവിടെയും അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില കേസസിലാണെങ്കിൽ കോമ്പൻസേഷൻ ഗ്രാന്റ് ചെയ്യും. ചില കോമ്പൻസേഷൻ ഗ്രാന്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാ നോക്കുന്നതെന്ന് വെച്ചാൽ അതായത് അയാളുടെ സാലറി എന്നുള്ള ഒരു എമൗണ്ട് ഒന്ന് കൊടുക്കാം. ഇപ്പൊ അയാൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ലീവിലാണെങ്കിൽ അയാളുടെ സാലറി എമൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ കപ്പാസിറ്റി എന്ന് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അതിന്റെ ഒരു ഫീസിബിലിറ്റി ആണ്. അത് ലംസമായിട്ട് കൊടുക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, ഏത് രീതിയിലാണ് കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ കൊടുക്കുന്ന രീതിയിലാക്കിയിട്ടും കോമ്പൻസേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എംപ്ലോയർ ഒരു ആനുവൽ റിപ്പോർട്ട് എല്ലാ വർഷവും ഉണ്ടാക്കണം. എംപ്ലോയർ ഇതിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ വർഷവും ഡിസ്ട്രിക്ട് കളക്ടറിന് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആനുവൽ റിപ്പോർട്ടിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കേസസ് രജിസ്റ്റേർഡ്, അതായത് ഇവരുടെ കമ്പനിയിൽ ഇതുപോലത്തെ എത്ര നമ്പർ ഓഫ് കേസസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, എന്തൊക്കെ ആക്ഷൻ, നമ്പർ ഓഫ് ആക്ഷൻ, എത്ര ആക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്, എത്ര കേസാണ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്, പിന്നെ നമ്പർ ഓഫ് കേസസ് പെൻഡിങ് ഫോർ മോർ ദാൻ 90 days, അതായത് 90 daysന് മുകളിൽ എത്ര കേസസ് പെൻഡിങ് ആയിരിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ എംപ്ലോയർ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു ആനുവൽ റിപ്പോർട്ടിൽ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിനെ കുറിച്ച് ഇടയ്ക്കിടെ അവയർനെസ് കൊടുക്കണം എല്ലാ എംപ്ലോയീസിനും. അതിനുവേണ്ടി ഒരു വർക്ക്ഷോപ്പ് നടത്തണം. അതിനുവേണ്ടി അതിന്റെ നോളജ് ആയിട്ടുള്ള ലീഗൽ ആ ആക്ടിനെ കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാരെ വിളിക്കുക, അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക, വർക്ക്ഷോപ്പ് എടുപ്പിക്കുക, എന്താണ് ആക്ട് എന്നുള്ളത് അവരുടെ തൊഴിലാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ഈ ആനുവൽ റിപ്പോർട്ടിൽ എത്ര ക്ലാസ്സസ്, എത്ര അവയർനെസ് ക്ലാസ്സസ്, എത്ര വർക്ക്ഷോപ്പ് നിങ്ങൾ നടത്തി എന്നുള്ളതും കൂടി നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയർ ആനുവൽ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടത്. ആ ആനുവൽ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറിനാണ്. ഡിസ്ട്രിക്ട് കളക്ടർ അത് സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എംപ്ലോയറിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് എംപ്ലോയർ ജോലി തന്നിട്ടാണല്ലോ നമ്മൾ ആ കമ്പനിയിലോട്ട് ജോലിക്ക് പോകുന്നത്. അപ്പൊ ഇത് എംപ്ലോയറിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി ആണ്. നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് എല്ലാവർക്കും ജോലി അവിടെ നൽകുക എന്നുള്ളത് എംപ്ലോയറിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ കോ വർക്കേഴ്സ് എല്ലാവരും സഹകരിക്കുകയും വേണം. എംപ്ലോയർ അങ്ങനെ
ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നേരിട്ട് നമ്മൾ പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ടീവ് ചെയ്യണം. അതുപോലെ ഇന്റേണൽ കമ്മിറ്റി എംപ്ലോയർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഇന്റേണൽ കമ്മിറ്റിയിൽ പുറത്തുനിന്നുള്ള മെമ്പറിന് അതിന്റെ അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊസീഡിങ്സ് ഒക്കെ നടക്കുമ്പോൾ അതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണം. സപ്പോസ് എന്തെങ്കിലും ഡീറ്റെയിൽസ്, അതായത് മസ്റ്റർ റോളോ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ടിന്റെ അഗ്രീവ്ഡ് വുമന്റെ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡാറ്റ ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ ദ ഓഫീസ് അതെല്ലാം കൊടുത്ത് അവരെ സഹായിക്കേണ്ടതാണ്. മോർ ഓവർ ഇതിന്റെ എല്ലാം ഒരു ആനുവൽ റിപ്പോർട്ടും എംപ്ലോയർ കൊടുത്ത് കമ്പനീനെ സെക്യൂർ ചെയ്യേണ്ടതാണ്. ഇത്രയാണ് ഈ ആക്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ടിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഞാനൊന്ന് ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. കാരണം ആക്ട് മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു വലിയ നീളമുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി വേറൊരു ടോപ്പിക്കുമായി വേറൊരു വീഡിയോയിലൂടെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കമ്പനീസിന്റെ എംപ്ലോയറും ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ്. റീസെന്റ് പോലും നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയും സെക്ഷൽ ഹറാസ്മെന്റ് ടു വർക്ക് പ്ലേസിന്റെയും പ്രാധാന്യത്തെ കുറിച്ച്. അത് എല്ലാവരും ജോലി ചെയ്താൽ മാത്രമാണ് എല്ലാവർക്കും സോഷ്യൽ ഇക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ സൊസൈറ്റി വളരുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും കുറച്ചെങ്കിലും അറിവ് ഈ സബ്ജക്റ്റിൽ കിട്ടിയിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു ടോപ്പിക്കുമായി വേറൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.